പ്രാസ്ഥാനികമായ എതിർപ്പിന്റെയും വൈയക്തികമായ എതിർപ്പിന്റെയും പശ്ചാത്തലങ്ങളെ എടുത്ത് ദാർശനികമായി പഠിച്ചാൽ നാരദന്റെ സിദ്ധാന്തം ആത്യന്തികം തന്നെയാണ്. ഏതുദാഹരണങ്ങളിലൂടെ സഞ്ചരിച്ചാലും മദിരാശിയിലെ മിക്കവാറും ആശ്രമങ്ങളോട് ബന്ധപ്പെട്ട കല്യാണ മണ്ഡപങ്ങളിൽ പോലും ബിരിയാണിയും മാംസങ്ങളും വരെ വിളമ്പാൻ അനുവാദം കൊടുക്കുമ്പോൾ നുങ്കമ്പക്കത്ത് നിങ്ങൾ എത്തിയാൽ അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെയാണ്. അവിടെ കല്യാണം ആര് നടത്തിയാലും വെജിറ്റേറിയൻ അല്ലാത്ത ഒന്നും വിളമ്പാൻ സമ്മതിക്കില്ല. നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അന്തർധാരയിൽ മത്സ്യവും വീഞ്ഞും പവിത്രവും കൂടിയാണെന്ന് മറക്കരുത്. ധാരാളം ക്രിസ്തീയ വിവാഹത്തോട് വെച്ച് നടക്കുന്നുണ്ട്. ബ്രാഹ്മണരുടെ ഉണ്ട്. കാരണം ബ്രാഹ്മണർ ഇഷ്ടപ്പെടുന്ന ഒരു അവിടെ പോകാനാണ്. എനിക്കറിയുന്ന സ്ഥലങ്ങളാണ് ഞാനീ പറഞ്ഞതല്ല. അതുകൊണ്ട് എവിടെയെല്ലാം നമുക്ക് എതിർപ്പ് വരുന്നു അത് നമ്മളായിത്തീരുന്നു. എവിടെയെല്ലാം നമുക്ക് അനുകൂലമുണ്ടാകുന്നു അതും നമ്മളായിത്തീരുന്നു. രാഗത്തിനും ദ്വേഷത്തിനും ഒരു മാനബിന്ദുവേ ഉള്ളൂ. ആ അധർമ്മമെല്ലാം നാം പേറുക എന്നുള്ള മാനബിന്ദു. മറ്റൊരു മാനബിന്ദുവിനെയാണ് ദർശനങ്ങൾ അന്വേഷിച്ചത്. ഈ രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും അപ്പുറം വേറൊരു മാനബിന്ദു ഉണ്ടോ? എല്ലാ ദ്വന്ദ്വങ്ങളിലും പരസ്പര ദ്വന്ദ്വികളായ എല്ലാ അംശങ്ങളും തന്റെ തന്നെ ഉള്ളിൽ വെച്ച് അപഗ്രഥിച്ചിട്ട് ദ്വന്ദ്വങ്ങളില്ലാത്ത ഒരു ഭൂമികയുണ്ടോ? കർമ്മങ്ങളുടെ ബഹിരംഗ സാധനയുടെ ബഹിർയോഗത്തിന്റെ ഇന്ദ്രിയപരതയുടെ ലോകങ്ങളിൽ ഹേതുവും സ്വരൂപവും ബലവും നിർണയിക്കുമ്പോൾ അതിനെ ആലോചിച്ചിട്ട് എന്റെ ഈ ജന്മത്തിലെ ഈ ശരീരത്തോടുകൂടിയുള്ള ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിൽ ഈ സാഹചര്യങ്ങളിൽ ഈ ചുറ്റുപാടുകളിൽ ഈ പ്രകൃതിയിൽ എന്നിലുളവായ ആഗ്രഹങ്ങളിൽ ഈ നിലയിൽ ചെയ്യാൻ പറ്റാത്തവയ്ക്ക് വേണ്ടിയുള്ള പുത്തനായ ഒരു ശരീരത്തിനോടുള്ള കാംക്ഷ വർദ്ധിക്കുകയും ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ അസ്തമിച്ചു എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നൊരു വേളയിൽ ഒട്ടൊക്കെ സ്വേച്ഛയ ഒട്ടൊക്കെ അനിച്ഛയ എന്റെ ഈ സ്ഥൂല ശരീരത്തെ വലിച്ചെറിഞ്ഞ് എന്റെ കർമ്മകലാപങ്ങളുടെ സ്മരണകളുമായി മറ്റൊരു സ്ഥൂല ശരീരത്തെ ഞാൻ തേടി അലയുമ്പോൾ അതിന്റെ സർജനം നടത്തിയ ഏതോ ഔഷധങ്ങളോട് അതിനെ സർജീകരിച്ച ഏതോ സ്ത്രീ പുരുഷന്മാരോട് എന്റെ ഈ ആഗ്രഹത്തെ
എന്റെ ഈ കാമനകളെ, എന്റെ ഈ ഭാവങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മാത്രം സ്ഥൂലമായി ചെയ്തു തീർക്കാവുന്ന ഈ കർമ്മങ്ങൾക്ക് വേണ്ടി എവിടെയോ ചേരാനിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയിൽ അവർ കഴിച്ച അപ്പത്തിലൂടെ അകത്ത് കിടന്ന് ആ അപ്പത്തോടും അവരോടും കടപ്പാടുണ്ടായി കടപ്പാടിൽ തുടങ്ങിയ ജീവിതം, കടപ്പാടുകളിലൂടെ മാത്രം വളർന്ന് എന്റെ സൂക്ഷ്മമായ ശരീരത്തിൽ നിഹിതമായിരിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ ചെയ്തു തീർക്കുവാൻ, ചുറ്റുപാടുകളെ മുഴുവൻ സജ്ജീകരിച്ച ഈ ലോകത്തോട് എനിക്ക് കടപ്പാടല്ലാതെ മറ്റൊരു അവകാശവുമില്ലെന്ന് കണ്ടെത്തുമ്പോൾ അവിടുന്ന് നമ്മൾ വഴി തിരിഞ്ഞാന്ന് തോന്നുന്നു. ഇങ്ങനൊരു വഴി, ഇങ്ങനൊരു ദർശനമുണ്ട്. ഞാൻ ഭൂമിയിൽ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ കുറെ അവകാശങ്ങളുണ്ട്. ഞാൻ 12 നാൾ ഈ കസേരയിലിരുന്നു, അതുകൊണ്ട് ഈ കസേര എന്റേതായിരിക്കുന്നു. 10 കൊല്ലമായി ഞാനിവിടെ പണിയെടുക്കുന്നു, എനിക്ക് അവകാശങ്ങളുണ്ട്. 15 കൊല്ലമായി നിങ്ങളുടെ മകനായി ഞാനിവിടെ പെരുമാറി, അതുകൊണ്ട് സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്. അതെല്ലാം ഭൗതികം, അതെല്ലാം ബഹിരംഗം. അതിനൊന്നിനും എന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ കർമ്മ മേഖലകളിലെ സ്വരൂപ ഹേതു ബല ചിന്തനത്തിന്റെ ലോകങ്ങളിൽ ഒരിടത്തു പോലും അല്പം പോലും പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞു. Can you imagine? Can you follow? ഇമാജിൻ ചെയ്യാം. ഞാൻ 2 വാക്കായി ചോദിച്ചു, എന്നെ പിന്തുടരാൻ കഴിയുന്നുവോ? 2, ഇത് ഭാവന ചെയ്യാൻ കഴിയുന്നുവോ? അതിനും കഴിയില്ലെങ്കിൽ ഇരിക്കരുത്. ഭാവനയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാവിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെ ശരിയെന്ന് വിശ്വസിച്ചവയും ഇതുവരെ ശരിയെന്ന് ഓർത്ത് പുലർത്തിപ്പോന്നവയും ഇതുവരെ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചവയും ആയവയൊക്കെ ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കി മൂല്യങ്ങളെ നിങ്ങളുടെ അന്തസ്ഥ തലങ്ങളിൽ പുനർനിർണയം ചെയ്യേണ്ടി വരും. നിങ്ങൾ മൂല്യങ്ങളെന്ന് വിശ്വസിച്ചവ ആ പുനർനിർണയത്തിൽ മൂല്യമല്ലാതാവും. നിങ്ങൾ മൂല്യമല്ല എന്ന് വിചാരിച്ച പലതും മൂല്യത്തിന്റെ തലത്തിലേക്ക് ഉയരും. ജീവിതത്തെ തന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ സൂക്ഷ്മമായ കാമനകളിൽ, സൂക്ഷ്മങ്ങളായ സങ്കല്പങ്ങളിൽ, സൂക്ഷ്മങ്ങളായ ചിന്തകളിൽ വെച്ച് നോക്കിയാൽ ഒരച്ഛന് അയാളുടെ കാമത്തിൽ നിന്നാണ് മകനുണ്ടായത്. മകന്റെ ആഗ്രഹവും മകന്റെ ജീവിതവും അയാളുടെ പർവ്വീവിലില്ല. അതേ മകൻ മാറി നിന്ന് തനിക്ക് ജന്മം തന്ന അച്ഛനെ ചിന്തിച്ചാൽ തന്റെ ആഗ്രഹത്തിന് അച്ഛൻ വിധേയനായതിൽ തനിക്ക് കടമയല്ലാതെ അച്ഛന്റെ മേൽ അവകാശമില്ല. ഈ തത്വദർശനം തിരിച്ചൊന്ന് ചിന്തിച്ചാൽ സംഗതി മാറി. നിങ്ങളിത് തിരിച്ചു വ്യാഖ്യാനിക്കുകയും തിരിച്ചു ചിന്തിക്കുകയും ചെയ്യുന്നു അപ്രാകൃതികമായി. സ്ഥൂല ശരീരത്തെ വെച്ചിട്ട് ഞാനിപ്പോ ഓർക്കുന്നില്ല താനോട് ഞാൻ പറഞ്ഞു തന്നെ ഉണ്ടാക്കാൻ എന്ന് പച്ചയായി പുറമേ പറയാം.
ആ പറഞ്ഞു കഴിഞ്ഞ മകന്, ആ അച്ഛനെ ചീത്ത വിളിച്ച മകന് അച്ഛന്റെ കാലൊന്ന് മുട്ടുമ്പോൾ ആ പറഞ്ഞതൊന്ന് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കും. അപ്പൊ സ്ഥൂലമായി അവന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് അവൻ പറഞ്ഞ വാക്കും അവന്റെ ഏകാന്തതയുടെ തടവറയ്ക്കുള്ളിൽ ആ വാക്ക് തന്നെ അവനിൽ ഉണർത്തുന്ന അഗാധമായ ദുഃഖവും ഒരു മനഃശാസ്ത്രജ്ഞന്റെ വെളിവോടെ മാഷ് ഒന്നപഗ്രഹിച്ചാൽ ബോധ്യമാവും അവന്റെ ആപ്ലിക്കേഷനാണ് അവനെ വേദനിപ്പിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വണ്ടേ, അവിടുന്ന് ഇങ്ങോട്ടുള്ളത് വണ്ടേ. അച്ഛൻ ചിന്തിക്കേണ്ടത് എന്റെ ആഗ്രഹത്തിലാണ് മകൻ ജനിച്ചത്, എനിക്ക് അവനോട് കടമകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് യാതൊരു അവകാശവും അവന്റെ മേലില്ല. മകൻ ചിന്തിക്കേണ്ടത് എന്റെ ആവശ്യത്തിനാണ് ആ അച്ഛനിൽ ഞാൻ ജനിച്ചത്, എനിക്ക് അങ്ങോട്ട് കടമയേ ഉള്ളൂ, യാതൊരു അവകാശവും. ഇറ്റ് ഈസ് വൺ വേ ട്രാഫിക്, ടു വേ ഇല്ല. മകന് അച്ഛന്റെ തലം ചിന്തിക്കാനോ അച്ഛന് മകന്റെ തലം ചിന്തിക്കാനോ അവകാശമില്ല. The line of demarcation is very clear. അതുകൊണ്ടാണല്ലോ ഞാൻ രാവിലെ പറഞ്ഞത്, പ്രിയപ്പെട്ട അച്ഛ, അവിടുത്തെ ബീജത്തിൽ ഞാൻ കുടികൊണ്ടു, അവിടുന്ന് അത് ഉത്തമമായ എന്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രിയ പിതാവേ, അവിടുന്ന് ഈ ഭൂമി കാണാൻ എന്നെ അനുവദിച്ചു. എന്റെ അംഗങ്ങൾക്ക് സൗഷ്ഠവം നൽകുമാറ് അങ്ങയുടെ ബീജഭാഗവും അമ്മയുടെ ബീജഭാഗവും അവയവങ്ങളും സുദൃഢങ്ങളായിരുന്നതുകൊണ്ട് എന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പരിപോഷിതങ്ങളായി. ഈ ഭൂമി കാണാനും എന്റെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അവിടുന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരയണമേ. അത് പൂർത്തീകരിച്ച് എന്റെ ഈ ജന്മത്തെ പൂർത്തീകരിച്ച് ഭൂമിയിൽ നിന്ന് പോകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ എന്റെ കർമ്മശരീരവും തേടി അലഞ്ഞു നടക്കുന്നൊരു വേളയിൽ എനിക്ക് ഭൂമിയിൽ ഓടി നടക്കുവാൻ ഒരു കർമ്മശരീരത്തെ ഉണ്ടാക്കിത്തന്ന് എന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ആശയ അഭിലാഷങ്ങൾ എന്റെ കർമ്മശരീരത്തിലൂടെ തീർക്കുവാൻ ഇടയാക്കിയ അവിടുത്തെ എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത്? ഇതെന്നിലെ പുത്രൻ, പ്രിയപുത്ര, എന്റെ കർമ്മകോടരങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ നാനാവിധങ്ങളായ പാപസഞ്ചയങ്ങൾ ഒരുക്കുന്ന പുത്തെന്ന നരകത്തിലേക്ക് എന്നെ നയിക്കുവാൻ എന്റെ ബോധസത്തയിൽ അമഹിങ്കരന്മാർ കടന്നെത്തുമ്പോൾ ആ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ ത്രാണിയുള്ളവനായി ജനിച്ച, പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനായി എന്നെ രക്ഷിക്കുന്നവനായി ജനിച്ച അവിടുത്തോട് ഈ പിതാവ് എന്തെല്ലാമാണോ കർത്തവ്യമായി കർമ്മമായി ചെയ്യാനിരിക്കുന്നത് അവയൊക്കെ സ്വച്ഛന്തമായും സുഭഗമായും ചെയ്ത് എന്നെ എന്റെ ധാമങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കും വിധം നീ ഉത്തമനായി എന്നോടൊപ്പം ഇരിക്കണമേ എന്ന് പിതാവിന്റെ പ്രാർത്ഥന. ദാർശനിക സവിശേഷതയുള്ള ഈ ലോകങ്ങളിൽ ഓരോ പിതാവിന്റെയും ഓരോ പുത്രന്റെയും ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിന്റെയും ഓരോ പുത്രന്റെയും ഓരോ പുത്രിയുടെയും ഓരോ ഗുരുവിന്റെയും ഓരോ ശിഷ്യന്റെയും എന്നു വേണ്ട, നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ ഈ ഭൂമിയിൽ കിടന്നു നിൽക്കുന്നുവോ ആ ഭാവഹാവാദികളിലെല്ലാം നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായി കുറിച്ചിരിക്കുന്നിടത്ത് അവകാശങ്ങൾ കൊണ്ട് അതിനെ മറക്കാതെ, അവകാശങ്ങൾ കൊണ്ട് അതിനെ വിഷലിപ്തമാക്കാതെ, അവകാശങ്ങളിൽ ചേർത്തുവെച്ച് വിസ്മൃതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ അനന്താനന്ദത്തിന്റെ ലോകങ്ങളിലേക്ക് മാനവചേതനയെ അടുപ്പിക്കുവാൻ പാകത്തിന് തന്റെ കർത്തവ്യ കർമ്മങ്ങളുടെ സോപാനത്തിലൂടെ സ്വച്ഛന്തം സഞ്ചരിക്കുവാൻ
ഇടയാക്കിയ പ്രകൃതിയോട്, ഇടയാക്കിയ ചുറ്റുപാടുകളോട്, ഇടയാക്കിയ മനുഷ്യരോട്, ഇടയാക്കിയ ജീവജാലങ്ങളോട് എല്ലാമുള്ള എന്റെ കടമ ഭംഗിയായി സ്വച്ഛന്തമായി നിർവഹിച്ച് എന്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഈ ശരീരത്തെ പൂർണ്ണബോധത്തോടുകൂടി ഈ ഭൂമിയിൽ നിക്ഷേപിച്ച് അതിലെ പഞ്ചഭൂതമയമായിരിക്കുന്ന പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും എപ്രകാരമാണോ എന്റെ ശരീരസ്ഥിതിക്ക് വേണ്ടി ഞാൻ യോജിപ്പിച്ചെടുത്തത്, എത്ര കാഴ്ചയോടെ, എത്ര കാഴ്ചയില്ലാതെ, എത്ര കേൾവിയോടെ, എത്ര കേൾവിയില്ലാതെ, എത്ര കൈകളോടെ, എത്ര കൈയില്ലാതെ, എന്റെ നിരൂപണത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് ഞാൻ രൂപീകരിച്ച ഈ വസ്തുക്കളെ ഓരോന്നിനെയും എന്റെ ബോധത്തിൽ തന്നെ വിരിച്ച് ഞാൻ തന്നെ ഇവിടെ വിട്ട് എന്റെ സോപാനത്തിലേക്ക് പോകാൻ, അതിനുള്ളതാണ് എനിക്ക് ഭൂമി. എന്നെക്കാൾ മനോഹരമായി വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഇത് ഭംഗിയായി ചെയ്യുമ്പോൾ മാനവൻ എന്ന നാമമുള്ള ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും സർജീകരിക്കുകയും സർജനം ചെയ്യുകയും ഇതിന്റെ സ്ഥിതിയെ അന്തക്ഷോഭങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീച്ച, നീ എത്ര ജനിച്ചു, എന്തേ ഇനിയും മോക്ഷത്തിലെത്തിയില്ല എന്ന് എന്നോട് എന്റെ അന്തരംഗം തന്നെ ചോദിച്ചേക്കും. ഈയൊരു ധാരണ അത് രാഗത്തിനും ദ്വേഷത്തിനും ഉള്ളതല്ല, പ്രിയത്തിനും അപ്രിയത്തിനും ഉള്ളതല്ല. പ്രിയത്തിന്റെയും അപ്രിയത്തിന്റെയും മധ്യബിന്ദുവിൽ, രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും മധ്യബിന്ദുവിൽ, നന്മയുടെയും തിന്മയുടെയും മധ്യബിന്ദുവിൽ, ഋതത്തിന്റെയും അനൃതത്തിന്റെയും മധ്യബിന്ദുവിൽ, ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും മധ്യബിന്ദുവിൽ അവയൊന്നുമല്ലാത്ത സുതാര്യമായൊരു രേഖയുണ്ട്. തുല്യ പ്രിയാപ്രിയമായ, തുല്യ നിന്ദാസ്തുതിയായ, തുല്യ മാനാപമാനത്തോടുകൂടിയ ശക്തമായൊരു രേഖ. അതാണ് അന്തരംഗ സാധനയുടെ രേഖ. അതിന് സമസ്ത ജീവിത ചക്രങ്ങളെയും സമസ്ത ജന്മജന്മാന്തരങ്ങളെയും ഏകമായൊരു ബോധത്തിൽ ഭാവന ചെയ്യാനെങ്കിലും കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് ഇസ് ഗുഡ്. അങ്ങനെ പറയുന്നതിലേക്കാണ് നമ്മൾ എത്തുക, അറിയാം. മറ്റത് അറിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. നമ്മൾ ശ്രമിച്ച് ദ്വേഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ദ്വേഷം വരും. അറിഞ്ഞ് ദ്വേഷം ഇല്ലാതായാൽ വരില്ല. നാളെ മുതൽ ദ്വേഷിക്കരുത് എന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ദ്വേഷിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടോ ഇറങ്ങുമ്പോൾ ആദ്യം വരുന്നവനോട് തന്നെ ദ്വേഷത്തോടെ ഇറങ്ങും. കാരണം ദ്വേഷിക്കില്ല എന്ന ദ്വേഷം ആദ്യം അവിടെ കിടപ്പുണ്ട്. ഞാൻ ദ്വേഷിക്കില്ല എന്ന ദ്വേഷമെന്ന നാമം എന്റെ ബോധത്തിൽ കിടക്കുകയാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പണ്ട് കാലത്ത് ഈ TTC കഴിഞ്ഞ് വരുമ്പോഴോ BA കഴിഞ്ഞിട്ട് B.Ed പോകുമ്പോഴോ പറയും, കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ അധ്യാപകരെ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികളോട് പണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചെയ്ത കാര്യമാണ്. കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ കള്ളം പറയരുതെന്ന് പറയരുത്, സത്യമേ പറയാവൂ എന്നേ പറയാവൂ. കള്ളം പറയരുതെന്ന് പറയുമ്പോൾ കള്ളം എന്നൊരു ശബ്ദം അവൻ കേട്ടത് ഉറച്ചു കഴിഞ്ഞു. അവന്റെ ജന്മജന്മാന്തരങ്ങളിലെ കള്ളം മുഴുവൻ ആ ഒറ്റ കേൾവിയിൽ ഉണർന്നു കഴിഞ്ഞു. ഇനി അവന് കള്ളമല്ലാതെ പറയാൻ പറ്റില്ല. സിമ്പിൾ. ഇവൻ സത്യസന്ധനായി പോയി പയറും വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കിയുള്ള 50 പൈസ കൊടുത്തപ്പോഴാണ് പറയുന്നത്, ഇത്രയും വിലയുണ്ടോ? കടയെ വിളിച്ചു ചോദിച്ചാൽ ഇത്രയും കുഴപ്പമില്ല. എത്രയാ പോക്കറ്റ് വെച്ചിരിക്കുന്നത്? നീ എത്രയാ എടുത്തേ? ഞാനൊന്നും എടുത്തില്ല. എത്രയാ വില? കള്ളം പറയരുത്. അപ്പൊ അവൻ മനസ്സിലാക്കി ഈ പ്രൈവറ്റ് വണ്ടിയെ കണ്ടക്ടറായിട്ട് പോകുന്ന പോലെ. ഈ പ്രൈവറ്റ് വണ്ടിയുടെ ഓണർ കണ്ടക്ടറെ പിടിച്ച് വണ്ടിയൊക്കെ ഏൽപ്പിച്ചു വിടും. ആദ്യത്തെ ദിവസത്തെ പിരിവ് കഴിഞ്ഞ് വരുമ്പോ ചോദിക്കും, കോളേജിന് അത്ര ഉണ്ടാ? 7000 രൂപ. 7000 രൂപ എത്ര വെട്ടിയടാ? ഓഫീസിൽ കൊടുത്തേക്ക് പോ. ഇവൻ
സാധാരണഗതിയിൽ എല്ലാവരെയും പിടിച്ചെഴുതി മുഴുവൻ കാശും കൊണ്ട് കൊടുത്തിരിക്കുക. ആദ്യം കയറിയേ ഉള്ളൂ. അടുത്ത ദിവസം ഒരു കാര്യം ചെയ്തു. കാരണം ആളെ വിളിച്ചൂടെ കയറ്റി 8000 രൂപയാക്കി. എത്ര രൂപ? 8000. ഓ, 8000 രൂപ കൊട. ഇവന്റെ ആ മുറയിൽ കുറയാൻ തുടങ്ങി, വർക്കിംഗ് മുറയിൽ. അടുത്ത ദിവസം 6000 കിട്ടിയുള്ളൂ. അപ്പോഴും ഇത് തന്നെയാണ്. അടുത്ത ദിവസം ഇവൻ വലിയ വർക്കൊന്നും ചെയ്തില്ലെങ്കിലും 8000 കിട്ടി. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. ടിക്കറ്റ് എഴുതുമ്പോൾ 1 രൂപ 50 പൈസയുടെ ആ ഒന്നിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വെട്ടൂടെ വെട്ടി. അത് വാങ്ങിക്കുന്നു എനിക്കറിയില്ല. ചുമ്മാ ഒരു വര ഒന്നിന്റെ വില. അപ്പൊ ഇത് കൂട്ടിക്കൊണ്ട കൊടുക്കുന്ന സമയത്ത് 1 രൂപയൊക്കെ 50 പൈസയായി. ST 50 പൈസയാ. ST എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. സ്റ്റുഡൻസ് ടിക്കറ്റ്. പിള്ളേർക്കൊരു കൺസെഷൻ ഉണ്ട്. പിള്ളേര് കയറുന്ന രാവിലത്തെ ടിക്കറ്റിലായിരുന്നു ഈ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ 1.50 ഒക്കെ 50ആയി, 1.20 ഒക്കെ 20ആയി, 1.10 ഒക്കെ 10ആയി, 1.30 ഒക്കെ 30ആയി. ഇങ്ങനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം മുതലാളിക്ക് ഇപ്പൊ സംശയമില്ല. ഇങ്ങനെ ഒരു കള്ളനെയും കൂടെ സൃഷ്ടിച്ചെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രവർത്തന മണ്ഡലം, നമ്മുടെ കുടുംബം, നമ്മുടെ ചിന്തകൾ, ഇവയൊക്കെ നാം എങ്ങനെ സമർത്ഥമായി സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മുടെ ദ്വേഷത്തിന്റെയും നമ്മുടെ രാഗത്തിന്റെയും നമ്മുടെ ഭാവങ്ങളുടെയും പരിണതി പലപ്പോഴും ഇതിലേക്കാണ്. ഈ പരിണാമം നമ്മുടെ ബോധതലത്തിനുണ്ടാകാതിരിക്കണമെങ്കിൽ രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണം. രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അറിവുണ്ടാവണം. അറിവിൽ എതിർച്ഛയ. അതിന് മറ്റൊരു പദമാണ് സ്വച്ഛന്തം, സ്പോണ്ടേനിയസ് ആയിട്ട് ഇതെല്ലാം വരണം. അത് വരണമെങ്കിൽ ആത്മീയ ജീവൻ ഈ ഭൂമിയിൽ കർത്തവ്യമല്ലാതെ അവകാശങ്ങളൊന്നും ഉണ്ടാവരുത്. അല്ലെങ്കിൽ എവിടെയാണ് അവകാശം? ജീവന്റെ ജന്മാവകാശം മോക്ഷമാണ്, ആനന്ദമാണ്, സദ്ഭാവമാണ്. സച്ചിദാനന്ദമാകുന്ന അവകാശത്തിലൂന്നുമ്പോൾ ബഹിരംഗ സാധനയിൽ കർത്തവ്യമല്ലാതെ മറ്റൊന്നുമില്ല. ബഹിരംഗ സാധനയിലെ ജീവിത താളങ്ങളിൽ എപ്പോഴെങ്കിലും ക്ഷുദ്രങ്ങളായ വിഷയാവകാശങ്ങൾ ഉണ്ടായാൽ ഓരോ വിഷയാവകാശവും ആത്മാവകാശത്തെ ചോദ്യം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കുറഞ്ഞപക്ഷം ചിന്തനീയമായി, മനസ്സിലായില്ലെങ്കിലും ചിന്തനീയമായി അത്രയായ മതി. ഇങ്ങനെ ഭൂമികയിൽ പ്രവേശിക്കുന്നത്, അല്ലാതെ തലയും കുത്തി നിന്നും ചീറ്റിയും ഒന്നും എത്തുക. ഇതൊക്കെ കഴിഞ്ഞൊന്ന് ചീറ്റി നോക്ക്, അപ്പൊ നന്നായി ചീറ്റാൻ മനസ്സിലാവും. അല്ലെങ്കിൽ കുറെ കഫം പോയി കിട്ടുമെന്ന് നാണുകുടി സ്വാമിയും ചട്ടമ്പി സ്വാമിയും കുറെ കാലം ചീറ്റി കഫം കുറെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ, ബോധതലത്തിൽ ഈ പരിണാമം.
ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും വലിയ ഷോർട്ട് കട്ട്, വാസനയുടെ നൂലുകളെ സമർത്ഥമായി ലോകത്തെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം തന്നെ ബന്ധിക്കാൻ ഉപയോഗിക്കുക. അത് ഞാൻ മനോഹരമായി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ. കീടപരിമാണത്തിൽ ഒരു പുഴുവിനെ പോലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന ഈ ആഹാരമെല്ലാം ആഹരിച്ചു വളർന്ന് തന്റെ വാസനയാകുന്ന നൂലുകൊണ്ട് തന്നെ ചുറ്റി വലിഞ്ഞ് അതിന്റെ കോടരങ്ങൾക്കുള്ളിൽ വിഷയചിന്തനം വെടിഞ്ഞ് തന്നെ ചിന്തിച്ച് ആ കൂടാകുന്ന ബന്ധം മുഴുവൻ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ പുഴുവിന്റെ ആകൃതി മാറി ശലഭമായിത്തീരുന്ന ആത്മവശ്യതയുടെ ദൃശ്യം ഈ അവാന്തര പരിണാമമാണ് ദാറ്റ് ഹ്യൂമൻ മെറ്റമോർഫോസിസ് വേദങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിച്ചു. പ്രാചീനർ അവലംബിച്ചത്, ജീവിച്ചത്. കൈക്കൂലി കിട്ടിയ കാശിൽ നിന്ന് 50,000 5 ലക്ഷമോ കൊടുത്തൊരു സീറ്റ് വാങ്ങി മക്കളെ വിട്ട് മക്കളുടെ എൻട്രൻസിലും പഠിപ്പിലുമെല്ലാം താൻ അവധിയെടുത്ത് പഠിപ്പിച്ച് മക്കളുടെ മേൽ ഇത്രയേറെ ആധിപത്യം പുലർത്തിപ്പോകുന്ന തന്തയും തള്ളയുമായി ഇന്ന് നിങ്ങൾ വിലസുമ്പോൾ, ഇന്നലെ കിലോമീറ്ററുകൾ താണ്ടി വെള്ളം ചുമന്നുകൊണ്ടുവന്ന് നനഞ്ഞ വിറക് കത്തിച്ച് ആഹാരത്തിനുള്ള പദാർത്ഥങ്ങൾ തേടിക്കൊണ്ടുവന്ന് പാചകം ചെയ്ത് അതിൽ മൂല്യമുള്ളത് മക്കൾക്ക് കൊടുത്ത് വരുന്നവർക്കെല്ലാം സേവയും പൂജയും ചെയ്ത് പറമ്പിൽ പണിയെടുക്കാൻ വന്നവനെ അതിലെ ഓരോ വസ്തുവും എന്റെ ആശയുടെയാണ്, അഭിലാഷത്തിന്റെയാണെന്നറിഞ്ഞ് രാവിലെ കാപ്പിയും പലഹാരവും ഉച്ചയ്ക്ക് ചോറും കറിയും 4 മണിക്ക് ചായയും വലിക്കുന്നവനാണെങ്കിൽ ബീഡിയും വാങ്ങിക്കൊടുത്തത്. അതിഥികളായി എത്തിയാൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ അവർക്ക് കൊടുത്തത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഭർത്താവിന്റെ അച്ഛനെയും ഭർത്താവിന്റെ അമ്മയെയും തന്റെ അച്ഛനെയും തന്റെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പിന്നീടൊന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴേ കയലുവക്കത്തെ പെൺകുട്ടിയെ കാണാനൊരുത്തൻ വന്നു എന്ന് കണ്ട് അവിടെ വിളിക്കാതെ ഇവിടെയുള്ള സ്റ്റീൽ പാത്രങ്ങളും ടംബ്ലറുകളും കഴുകിയെടുത്തും ഇവിടെ ഇരുന്ന പലഹാരങ്ങൾ എടുത്ത് പൊതിഞ്ഞ് പുറകിൽ കൂടി അവരുടെ പെരയുടെ പുറകിൽ കൂടെ മുമ്പിലിരിക്കുന്ന അതിഥി കാണാതെ അകത്തുകൊണ്ട് വെച്ച് നമ്മളല്ലേ ചെയ്യേണ്ടത്, കല്യാണി നീ അവരോട് ഇരിക്കാൻ പറ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയാകുമെന്ന് പറഞ്ഞ് അതും തന്റെ കടമയാണെന്ന് പറഞ്ഞ് സമഞ്ജസമായി നടത്തിച്ച് സന്തോഷമായി അവരെയും വിട്ട് തിരിച്ചു വന്ന് പട്ടിണിയിരുന്ന് അൾസറും ക്യാൻസറും യാതൊരു രോഗവുമില്ലാതെ അരോഗ ദൃഢഗാത്രമായി തന്റെ കർമ്മ കലാപങ്ങൾ അത്രയും ചെയ്ത് പിന്തിരിഞ്ഞ ഒരു വലിയ ജീവിത വൃക്ഷത്തിന്റെ പിന്തുടർച്ചയുള്ളവരായ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിയതെന്തേ? These are all assumptions. These are all imaginations. These are all fictions. അന്നൊരാചാര്യനും ഓം ടെക്നിക്കും കീ ടെക്നിക്കും
ഏട്ടക്കിണിക്ക് ഒന്നും കാണിച്ചില്ല ഈ അനുഭൂതിക്ക്. ഒരമ്മയും ഈ അനുഭൂതി കിട്ടാൻ തലയും കുത്തി നിന്നുമില്ല. മാന്യമായൊരു തിരിച്ചുപോക്കിന് തയ്യാറുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാം. രാജപാതയിലൂടെ, രാജകീയ പ്രൗഢിയോടെ. ഇല്ലാതെ ഇത് ലഭ്യമല്ല.